വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗാണ്. ക്യാമറ പിടിക്കുന്നത് നെഹിയാണ് കേട്ടോ, അതാണ് ഷേക്ക് ആവുന്നത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് പൊന്മുടിക്ക് പോകാനൊരു പ്ലാൻ ഇപ്പോൾ സഡനായിട്ട് എടുത്തിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പം അതിനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആണെങ്കിലും പോവില്ല. അപ്പോൾ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും വ്ളോഗ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൊന്മുടി പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ലോങ് ഉണ്ട്, അതുമല്ല കുറച്ച് ലേറ്റ് ആയിട്ടും ഉണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ പൊന്മുടിക്ക് കൂടി പോയിട്ട് തിരിച്ച് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞാൻ ഒരു പോസ്റ്റിലേക്ക് നോക്കിയപ്പോൾ പോസ്റ്റായി പോകുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ 4 മണി വരെ, വൈകിട്ട് 4 മണി വരെ മാത്രമാണ് പ്രവേശന സമയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും കയറി പോകാൻ നമ്മളിപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ തന്നെ സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റിന് ഇവിടെ എടുത്തേക്കുന്നത് 3 പേർക്ക് 120 കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ 3 പേര്, പിള്ളേരെ 2 പേരെ കൂട്ടിയിട്ടില്ല. അപ്പം 3 പേർക്ക് കൂടിയിട്ട് 120 മേടിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പൊന്മുടിയിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഹെയർ പിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഹെയർ പിന്നൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. മൊത്തത്തിൽ 22 ഹെയർ പിന്നാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ 3ാമത്തെ ഹെയർ പിന്ന് കഴിഞ്ഞു. ഇപ്പോൾ 10ാമത്തെ ഹെയർ പിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യം സ്പീഡിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മീൻസ് 4 മണി വരെ അല്ലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് സ്പീഡിന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം 15ാമത്തെ ഹെയർ പിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സമയം 3:52 ആയിട്ടുണ്ട്. അടിപൊളി. ഇവിടെ ഫുള്ള് തേയില ആണല്ലേ, മിക്കവാറും തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് പോകേണ്ടി വരുന്നു. ഇവിടെ നിന്ന് ഇനി ഒരു 4-5 ഹെയർ പിൻ കൂടിയിട്ടുണ്ട്. ഇപ്പം 4 മണി കഴിഞ്ഞു. അപ്പോൾ യെസ്, അങ്ങനെ നമ്മൾ 22ാമത്തെ ഹെയർ പിൻ കയറാൻ പോവുകയാണ്. ഇപ്പം ടൈം 4:05 കഴിഞ്ഞു. 4:10 ആവാറായിരുന്നു. ഇവിടെ ഓക്കെ, ഇവിടെയാണ് കേട്ടോ നമ്മൾ അവസാനത്തെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പം ടിക്കറ്റ് കാണിച്ചു കൊടുക്കാം. ഇതിൻ്റെ താഴെയായിട്ടാണ് റിസോർട്ടൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ടോപ്പിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. സാധാരണ ഇവിടെ നല്ല മഞ്ഞെന്നാണ് പറയുന്നത്, പക്ഷേ ഇന്ന് നല്ല അടിപൊളി വെയിലാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് റോഡ് കാണില്ല, അത്രയ്ക്ക് മഞ്ഞായിരിക്കും എന്നാണ് ഇക്ക പറയുന്നത്. ഇക്ക വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അത് ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. പൊന്മുടിയിലെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ടല്ലേടി. വണ്ടിയിലിരുന്ന് കാറ്റടിച്ച് മുടി മൊത്തം പറന്നു. നമ്മൾ വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷെ മഞ്ഞൊന്നുമില്ല. എങ്കിൽ കൂടി നല്ലൊരു തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ് വരുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെയൊക്കെ നിറച്ച ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു സ്ഥലത്തിരിക്കാന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്. ഇതെന്തോ ഒരു ബസ് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ചുമ്മാ ഇവിടെ നിന്നിട്ട് എന്തിനാ, അവിടെ ഫുള്ള് വെയിലും നല്ല തിരക്കുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊന്മുടിയിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ,
അങ്ങനെ പൊന്മുടിയിലെ ഒടുക്കത്തെ വെയിലും കൊണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാങ്ങയും പൈനാപ്പിളും മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കുരങ്ങന്മാരിങ്ങനെ ആൾക്കാർ ഫുഡ് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു അരുവി ഇറങ്ങിയിട്ടില്ല, വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് റോഡിൽ നിന്നിട്ട് തന്നെ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തിട്ട് പോവുകയാണ്. അത്രയ്ക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, അങ്ങനെ ഇറങ്ങാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഇതാ നമ്മളൊരു കുഴിമന്തിയുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അതുകൊണ്ട് പിള്ളേർക്കും നമുക്കും ഒക്കെ നല്ല വിശപ്പുണ്ടായിരുന്നേ. പിന്നെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തേത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസമായി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫെയിലിയർ പൊന്മുടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെന്താണ്, നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനി മീറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പം അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വിട്ടുകൊണ്ടാ. ഓക്കെ, സീ യു.